ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ട്രെൻഡിങ് ആയ ഒരു ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ചിക്കനിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് കുരുമുളക് പൊടി. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ 1/2 സ്പൂണ് ജീരകപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു 3 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബട്ടറിൽ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബട്ടറും കുറച്ച് ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കാം, അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ ഞാൻ എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ അടച്ച് വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്കുള്ള സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു 3-4 സ്പൂണ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് കുറച്ച് ആദ്യം ചേർത്ത് കൊടുത്ത് അടിച്ച് രണ്ടാമത് ചേർത്ത് കൊടുത്തിട്ടാണ് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ്റെ മുകളിലേക്ക് ഞാൻ ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് പൊത്തി വെച്ച് ഇതാക്കിയെടുത്തതാണ്. മൊത്തത്തിലൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. ഞാൻ ഇപ്പോൾ ട്രെൻഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.